ഹായ്, നമുക്ക് ഇന്ന് കുറച്ച് മഞ്ഞൾ നട്ടാലോ. നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് ഇഞ്ചി നട്ടുമല്ലോ. അപ്പം മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയേക്കാൾ എളുപ്പത്തിലുള്ളൊരു കാര്യമാണ് മഞ്ഞൾ നടാൻ പറഞ്ഞു തരണത്. കണ്ടത് നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മഞ്ഞളാണ്. അത് ഞാൻ മുളയ്ക്കാനായിട്ടൊന്നും വെച്ചില്ല, വെറുതെ ഒരു പേപ്പറിൻ്റെ കഷ്ണത്തിൽ അവിടെ അങ്ങനെ വെച്ചേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതിന് വലിയ കുഴപ്പമില്ല, നമുക്കിത് കുഴിച്ചിടാം കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ എളുപ്പത്തിൽ കാണിച്ചു തരാം. നമ്മുടെ ഇഞ്ചി നമ്മളിതിന് മുമ്പ് നട്ടുമല്ലോ, കണ്ടു ആ ഇഞ്ചിയൊക്കെ അതേ മുള വന്നു നോക്കി. ഇവിടെയൊക്കെ മുള അതേ നമ്മുടെ ആ വരിയിൽ മുഴുവൻ ഇഞ്ചിക്ക് മുള വന്നത്, അപ്പുറത്തും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ടാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് വളം തൊട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ജൈവ സ്ലറി ഒഴിച്ചാൽ നമ്മുടെ ഇഞ്ചി കൊട്ട കണക്കിന് പറിക്കാമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് ഇലകൾ അടിച്ച് കൂട്ടേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നല്ല മഴ തുടങ്ങിയ കാരണം നമുക്ക് വേഗത്തിൽ കളച്ചാൽ കിട്ടുന്നുണ്ടോ. നമ്മുടെ ഈ സ്ഥലം നോക്കി എത്ര ഇളകി. ഞാനിത് അടിച്ചു വരുന്ന ഇലകൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി കൂട്ടി ഇടും. അപ്പോൾ അത് കാരണം ഇത് ഏറ്റവും എളുപ്പത്തിലാണ് ഇപ്പോൾ ഇത് കിടക്കണത്. അപ്പോൾ നമുക്ക് ആരുടെ സഹായവും ഇല്ലെങ്കിൽ ഒരു കൈക്കോട്ട് എടുത്താൽ ചെയ്യാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ളതാണ്. അപ്പോൾ ഓൾറെഡി എല്ലാം ഇതിൽ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇല ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് എല്ലാതെയും പിന്നെ ഒന്ന് മറച്ചിട്ട് നോക്കിയതാണ് കണ്ടത്. ഒന്നും ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നീക്കുക. അത്രയും ഒലർന്ന മണ്ണാണ്, കാരണം എല്ലാം നമ്മൾ അടിച്ചിടുമ്പോൾ അവിടെ അങ്ങനെ അത് കിടന്ന് ദ്രവിച്ച് കണ്ടു. ഇതിന് ഇഞ്ചി നടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമല്ലേ, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇഞ്ചി അല്ല കേട്ടോ, സോറി, മഞ്ഞൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇഞ്ചി മഞ്ഞളൊക്കെ നടുമ്പോൾ അറിയാലോ, കാനലുള്ള പ്രദേശം, നമുക്ക് വേറെ ഒറ്റ പച്ചക്കറി നടാൻ പറ്റാത്ത സ്ഥലത്ത് മാത്രമാണ് ഇഞ്ചി മഞ്ഞൾ നടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നെല്ലിയാണ് മുകളിൽ. അപ്പോൾ നെല്ലിയുടെ ഇല വീണ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഉണ്ടാവില്ല. കണ്ടു, നെല്ലി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇല എല്ലാ സമയത്തും കൊഴിയില്ല. കൊഴിയണ സമയത്ത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ചെടികളും കരിഞ്ഞു പോവും. അതിൻ്റെ പൂക്കളുടെ ഒരു അസിഡിറ്റി പോലെ ഉണ്ടല്ലോ ഈ പുളിവർഗ്ഗങ്ങൾക്കൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇഞ്ചി മഞ്ഞൾ ചേന അങ്ങനത്തേനൊന്നും ഇത് ബാധിക്കില്ല, കാരണം ഇത് മുളച്ച് പൊന്തി കുറച്ച് കഴിഞ്ഞിട്ടല്ലേ അതിൻ്റെ ഇല വരും. അപ്പോൾ അതിന് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കുഴിച്ചിടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ നട്ട് കഴിഞ്ഞതിൻ്റെ മുകളിൽ ഈ ചമ്മല കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മളിനി ജൈവസ്ലാരി കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മഞ്ഞളിന് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ കുറച്ചും കൂടി നടാണ്ട് കേട്ടോ ഞാൻ വേറെ രീതിയിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ ഞാൻ കാണിച്ചു തന്നു, അത് തന്നെ എല്ലാവരും ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് ഇത് വേറെ ഒരു ഐഡിയ ഇല്ല വെച്ചാൽ നമുക്ക് വേഗം എളുപ്പത്തിൽ ഇങ്ങനെ നടുക. തന്നെ ഗ്രോ ബാഗിലും ചെയ്യാട്ടോ. ഇതുപോലത്തെ പൊടിഞ്ഞ ഇല നിറക്കിയ മഞ്ഞൾ നടുക. ഞാൻ വേറൊരു സ്ഥലം എന്ന് പറഞ്ഞില്ല, പക്ഷെ അവിടെ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകുന്നു. ഇതിൻ്റെ തൊട്ടന്നെ നമുക്ക് നടക്കണ്ട. അപ്പോൾ ഈ മരത്തിൻ്റെ ചോട്ടിലാകുമ്പോൾ വേറെ ഒന്നും നമുക്ക് നടാൻ പറ്റില്ല. ഇവിടെ നല്ല വളർന്ന മണ്ണാന്ന് ഞാൻ പറഞ്ഞില്ല. കുഴിച്ചിട്ട് കൂടി വേണ്ട, ഇങ്ങനത്തെ മണ്ണാണ്. ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ട് ഇത്രയ്ക്ക് എളുപ്പമാണ് മഞ്ഞളും ഇഞ്ചിയും ഒക്കെ നടാനായിട്ട്. ഇതുണ്ട് മണ്ണിലും കൂടെ തേച്ച് നനവ് ഓൾറെഡി ഉള്ള കാരണം നനയ്ക്കും വേണ്ട, ഒന്നും വേണ്ട. ഉണ്ട്. അപ്പോൾ മഞ്ഞളുള്ളവർ കൃഷിഭവനിൽ കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മഞ്ഞളുള്ളവർ ഇതുപോലെ നട്ടോട്ടും. ഇതൊരു മഞ്ഞളിനൊരു സെക്ഷനായി മാറി. അപ്പുറത്ത് ഇഞ്ചി, ഇപ്പുറത്ത് മഞ്ഞൾ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മഞ്ഞൾ നടല് കഴിഞ്ഞു. കണ്ടു, നമ്മൾ മുമ്പ് വേറൊരു പറമ്പിൽ ഇതുപോലെ കുറേ മഞ്ഞൾ നട്ടൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ അന്നൊന്നും ഇങ്ങനെ ഇടമഴയില്ലല്ലോ, പറിക്കാൻ ആളുകൾ കിട്ടാണ്ട് കുറേ കഷ്ടപ്പെട്ടു. അന്ന് വാല്യൂ ഇല്ലേ, പറിച്ചിട്ട് നമ്മൾ വേണോ എന്ന് ചോദിക്കുക. അതുകൊണ്ട് നമ്മൾ മഞ്ഞൾ കൃഷി മടുത്തുണ്ടായിരുന്നു, മഞ്ഞളും കൂർക്കയൊക്കെ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ നമ്മളിത് വീടിൻ്റെ അടുത്തായ കാരണം നമുക്ക് തന്നെ പറിക്കാം. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി നമ്മുടെ മഞ്ഞൾ ഇഞ്ചിയൊക്കെ ഓക്കെ ആയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ട്ടാ.